സൂപ്പർ സ്റ്റാറുകൾ തുടങ്ങിയുള്ള ഇന്നലെ വരെയുള്ള ചിത്രങ്ങളിലെല്ലാം തന്നെ എല്ലാ സിനിമകളിലും വെല്ലുവിളിയാണ് കൂടുതലും. കഥാപാത്രമായാലും സിനിമയായാലും വെറൈറ്റിയാണ്, മറ്റാരും കൈവക്കാത്ത മേഖലയുടെ സ്ക്രിപ്റ്റാണ് സാറിൻ്റേത്. അപ്പോൾ ഒരു തൻ്റെ ഇടമാണത്, ഒരു പച്ചമലയാളത്തിൽ പറഞ്ഞൊരു ചങ്കുറ്റമാണ് അങ്ങനെയൊക്കെ ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത്. മോഹൻലാൽ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മോഹൻലാലിൻ്റെ രൂപസാദൃശ്യമുള്ള മദൻലാലിന് ഒരു സൂപ്പർ സ്റ്റാർ എന്ന സിനിമയിൽ അങ്ങ് ചാൻസ് കൊടുത്തത്. അപ്പോൾ അന്ന് എന്തെല്ലാം വെല്ലുവിളികളായിരുന്നു ആ സിനിമ? അല്ല, അഗസ്റ്റിൻ മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളല്ലേ? അപ്പോൾ അന്ന് ഞാൻ ആ സൂപ്പർ സ്റ്റാർ എടുക്കുന്ന സമയത്ത് മിമിക്രി ഒന്നുമില്ല, മിമിക്രിയെ പറ്റി ചിന്തിച്ചിരുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഒരാളെപ്പോലെ ഒരാൾ അനുകരിക്കുന്ന അവസ്ഥയൊന്നും അന്ന് അത് ബുദ്ധിയിൽ പോലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അന്നുണ്ടായിരുന്നു ആരോ ഫാസ്റ്റിലോ ആലപ്പുഴ ഷെഫോ ഒക്കെ ഇങ്ങനെ ചില സ്റ്റേജുകളിൽ കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും. അങ്ങനെ ഒരു സിനിമ ഇന്ന് നിങ്ങളിപ്പോൾ ഇവിടെ നമ്മൾ പല നടന്മാരെയും സ്റ്റേജിൽ അത് കണക്ക് അവതരിപ്പിക്കുന്നവരുണ്ട്. ഈ നടന്മാരെ കണക്കിരിക്കുന്നവരെ തപ്പി നടക്കുന്ന ഒരു കാലഘട്ടമായി മിമിക്രി ഷോ നടത്തുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ ടി വിയിൽ. പക്ഷെ അന്ന് എനിക്ക് തോന്നിയത് അതൊന്നും അല്ല. ഞാൻ ആക്ച്വലി ആ പടം ഒത്തിരി വിവാദം ഉണ്ടാക്കിയതിൽ എനിക്ക് വിഷമമുണ്ട്, ഒരു കണക്കിന് സന്തോഷമുണ്ട്. കാരണം എനിക്ക് നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു, ആലപ്പുഴ സ്വദേശാഭിമാനി തിയേറ്റേഴ്സ് എന്ന് പറയുന്ന നാടക ട്രൂപ്പിൽ കാവാലത്തുകാരനായ ഒരു ശശികുമാർ അഭിനയിക്കാൻ വന്നു. ഇങ്ങനെ അഭിനയിക്കാൻ വന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര രസമുള്ള സംഭവം. അഭിനയിക്കാനായിട്ട് പുള്ളി വീട്ടിലൊരു സൂട്ട് കേസൊക്കെ തൂക്കി വരുമ്പോൾ ഒരു കാറിൽ നിന്ന് പുള്ളി ഇറങ്ങി വരുന്നു. കുറേ പെൺപിള്ളേർ, എസ് ടി കോളേജിലെ പെൺപിള്ളേർ അതിൻ്റെ പുറകെയുണ്ട്. മോഹൻലാൽ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് വരികയാണ്. പുള്ളി ഒരു തോളൊക്കെ ചാച്ച് ഒരു മോഹൻലാൽ ലൈനിലൊരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ഞെട്ടി. മോഹൻലാൽ എൻ്റെ വീട്ടിൽ, ഞാനെന്ന സിനിമയിൽ ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പം പെട്ടെന്ന് മോഹൻലാൽ എന്നിങ്ങനെ കൈപ്പൊക്കെ കാണിച്ചു, ഞാനും കൈപ്പൊക്കെ കാണിച്ചു. സാർ ഞാൻ ശശികുമാർ, മറ്റേ ചേർത്തലയിലെ വേറൊരു എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ട് വിട്ടതാണ്. അപ്പോൾ പുള്ളി ഗൾഫിലൊക്കെ ആയിരുന്നു, ഗൾഫിൽ എന്തോ പരിപാടിക്കൊക്കെ പോയോ നടന്നില്ല. അപ്പം വിനയ് സാറിന് ട്രൂപ്പിൽ അഭിനയിക്കാനായിട്ട് ചാൻസ് കിട്ടി പുള്ളി ചോദിച്ചു വന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ചിരിയോടുകൂടി ഞങ്ങൾ ട്രൂപ്പിൽ റിഹേഴ്സൽ ക്യാമ്പിലാണ്, വീടിൻ്റെ ബാക്കിലാണ് റിഹേഴ്സൽ ക്യാമ്പ്. എല്ലാ നടന്മാരും ഇങ്ങനെ വിദ്യാഭ്യാസം നടന്നു വരികയാണ്. അപ്പം എന്നെ കണ്ടിങ്ങനെ തൊഴുത് കാലിലൊക്കെ വീണ് തൊഴുന്നൊരവസ്ഥ പുള്ളി കാണിച്ചപ്പോഴേക്ക് പെൺപിള്ളേരൊക്കെ കൂടെ കൂവി. ഇവിടെ ഇതിൽ ആലല്ലേ മനസ്സിലായി. അപ്പം ഈ കക്ഷി തിരിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ശശികുമാറാണ്. മോഹൻലാൽ പറയുന്ന അതേ അവസ്ഥ ഡയലോഗിലൊക്കെ. അപ്പം ഞാൻ തനിക്ക് താനായിട്ട് നിൽക്കാൻ മേലേ, മോഹൻലാലായിട്ട് നിൽക്കണോ? അല്ല സാർ, ഇത് എൻ്റെ ഒരു തലയിലെഴുത്താ, സാറ് കണ്ടില്ലേ? അപ്പം ലോങ്ങിൽ കണ്ടാൽ മോഹൻലാൽ. പിന്നെ പറഞ്ഞു ഞാൻ സാർ ലാലിൻ്റെ അതേ നക്ഷത്രമാണ് രേവതി. അങ്ങനെ ലാൽ സാറ് എൻ്റെ വലിയ ആരാധകനാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി. എനിക്ക് തോന്നുന്നത് നാടക ട്രൂപ്പ് 5 വർഷം കൊണ്ട് ഏതാണ്ട് അന്നത്തെ കാലത്ത് 10-20 വർഷം മുമ്പാണിത്. 1990-ലാണ്, അല്ല 90-ലാണ് സൂപ്പർ സ്റ്റാർ. അപ്പം 20 വർഷമാകും. ഒരു 85 മുതൽ 90 വരെ എല്ലാ വർഷവും ഒരു 1 ലക്ഷം രൂപ വെച്ച് ലോസ് ആയിരുന്നു എനിക്ക് നാടക ട്രൂപ്പ്. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ശമ്പളവും എൻ്റെ വീട്ടിലെ പൈസ, അന്ന് ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു, ആ പൈസയൊക്കെ നാടകത്തിന് കളയുന്നൊരു സമയമായിരുന്നു. ഇയാൾ വന്നിട്ട് ചേർന്ന നാടകം ഇന്ദ്രജാലം എന്ന് പറയുന്ന നാടകം. ഇന്ദ്രജാലം രചന, സംവിധാനം, സംഗീതം എല്ലാം ഞാൻ തന്നെ ചെയ്തൊരു നാടകമാണ്. നാടകം ഒരു വലിയ ക്രൈസായിരുന്നു വെച്ചാൽ. അപ്പം ആ നാടകമാണ് ആകെ കൂടി 230 സ്റ്റേജ് ഓടിയത്. ഉള്ളിൽ ഇയാളാണെന്ന് ഞാൻ പറഞ്ഞ ഹൈലൈറ്റ്. കാരണം നാടക ട്രൂപ്പ് എല്ലാം ലോസായിരിക്കും, വളരെ പക്ഷേ. അപ്പോൾ ആ നാടക ട്രൂപ്പിൽ മോഹൻലാലിനെ കാണാൻ അങ്ങനെ ഞാനിത് കാർമൽ പോളിടെക്നിക്കല്ല, കാർമൽ ഹാളിൽ ആലപ്പുഴ ഈ നാടകം അവതരിപ്പിച്ചപ്പോഴാണ് ഒരു ജോർജ് എന്ന് പറഞ്ഞ ലാവണ്യ ഫിലിംസ് എറണാകുളം പുള്ളി എന്നോട് ചോദിക്കുകയാണ്, വിനേട്ടാ നമുക്ക് സിനിമ ആക്കിയാൽ എങ്ങനെ? ഞാൻ പറഞ്ഞു ഞാനൊരു സിനിമ ആക്കാൻ ഇങ്ങനെ നടപ്പുണ്ട്, ഒരു മുകേഷിനെ വെച്ചൊരു കഥ വെച്ചിട്ട്. അതാണ് പിന്നെ ശിവായിലകളായിട്ട് ഇറങ്ങിയത്. അതാണ് പിന്നെ ശ്രീനിവാസൻ, എൻ്റെ കഥയ്ക്ക് ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് ചെയ്തത് ആ സിനിമയ്ക്കാണ്. അപ്പോൾ എൻ്റെ ആ കഥ അന്ന് ഇങ്ങനെ കൊണ്ടുപോകണ്ടേ, ശിവായിലകള. എൻ്റെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന ഒരു MA പാസ്സായവൻ പിയൂണായിട്ട് ജോലി കിട്ടിയിട്ട് അത് മാനക്കേടാണ്, ഭയങ്കര തറവാടിയാണ്. അപ്പോൾ അത് അറിയിക്കാതിരിക്കാൻ ഞാൻ മാനേജരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഭ്രാന്തനുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾക്കൊക്കെ അയാൾ പിയൂണാണെന്ന്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഇയാളെ മുന്നിൽ പറയത്തില്ല, കാരണം പുള്ളിയുടെ ആഗ്രഹം പുള്ളി മാനേജരാണെന്ന്. അങ്ങനെ ചങ്ങനാശ്ശേരി ചന്തയിൽ ചെന്നപ്പോഴേ കക്ഷി ചായം മേടിച്ച് ഫ്ലാസ്കിൽ പോകുന്നത് കണ്ടിട്ട് ഇയാളെടുത്ത് ഓടി വീണ ആക്സിഡൻ്റ് ഒക്കെ ആയി. അപ്പോൾ ആ ഒരു കഥ ഞാൻ എൻ്റെ ഉണ്ട്. മുകേഷിനോട് ഇങ്ങനെ പറഞ്ഞ് ചെയ്യാം, പക്ഷെ ഞാൻ ആരുമല്ലല്ലോ, ഞാൻ സിനിമയിൽ ആരുമല്ലോ, ഞാൻ സിനിമ അസിസ്റ്റന്റ് ഡയറക്ടർ പോലും ആയിട്ടില്ല. പക്ഷെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ അവിടെ ആലിലക്കുരുവി SL പുരവാനൻ. അല്ല അത് പിന്നെ അല്ലേ ആലിലക്കുരുവിയാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തത്. മറ്റേ ഞങ്ങളെല്ലാവരും കൂടി ചെയ്ത ഒരു പടം. അപ്പം ഈ ആലിലക്കുരുവി ലോസായിരുന്നു എനിക്ക്. എന്നാൽ പോലും സിനിമയിൽ അങ്ങനെ ഒരു പടം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി, MG സോമൻ, ശോഭന, ജഗതി ശ്രീകുമാർ ഒക്കെ വെച്ചിട്ടുള്ളൊരു പടമായിരുന്നു.
അപ്പം അല്ലാതെ സിനിമയിൽ ആരുമല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇത് ഞാനൊരു സിനിമ നമുക്ക് അങ്ങനെ ചെയ്യാം, ഒരു സിനിമയുണ്ട്, കഥയുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, ഈ കഥ ഇപ്പോൾ ഈ നാടകം കണ്ടപ്പം ഒരു തമാശ തോന്നി, ഈ കഥ വേണേൽ സിനിമയാക്കാൻ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, ഈ ജോർജിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഒരു സിനിമ എടുക്കാനായിട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആവേശമുണ്ടല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു കഥ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഈ കഥയാക്കത്തുള്ളൂ. പിന്നെ ഏട്ടാ ഈ കഥ കൊള്ളാൻ കേട്ടോ. നമ്മൾ ഈ മോഹൻലാൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന സമയത്ത് ഹിസൈനസ് അബ്ദുള്ള റിലീസ് ചെയ്യാൻ പോടും, മനസ്സിലായി? അപ്പോൾ ഹിസൈനസ് അബ്ദുള്ള ഇനി 6 മാസം എടുക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് മോഹൻലാലിനെ പോലുള്ള ഒരാളുടെ ജീവിതകഥ. അപ്പോൾ പുള്ളി എന്ത് ചെയ്താൽ ഇതെല്ലാം ഒരു കഥയ്ക്ക് സമ്മതിക്കത്തില്ല. ഒരു പ്രൊഡ്യൂസറെ കിട്ടിയിരിക്കുക, ഒരു സിനിമ ചെയ്താൽ എന്താ എന്ന് സുഹൃത്തുക്കളോട് ചോദിച്ചു. അവനോട് ചോദിച്ചു, നീ കഥ ഉണ്ടാക്കാനായിട്ട് ഒരു പരിധി വരെ മുടിക്കണ, പെട്ടെന്ന് കഥ ഉണ്ടാക്കും. ചുരുക്കം പറഞ്ഞാൽ 24 മണിക്കൂറിനകം ഞാൻ ഒരു വണ്ടിയൊക്കെ എടുത്ത് എറണാകുളത്ത് വരികയാണ്. ജോർജിൻ്റെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചു. എന്താ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഥ റെഡി. കഥ റെഡിയോ? അതെങ്ങനെ കഥ ഞാനിപ്പോൾ പറയാം എന്ന്. ഞാനൊരു കഥ അങ്ങ് പറയാണ്. ഞാൻ പറഞ്ഞു ഒരു 2 ഷേവും 2 കട്ടിങ്ങും ഒക്കെ കിട്ടുന്ന ഒരു അർത്ഥപട്ടണിക്കാരനായ ബാർബർ, പക്ഷെ അവൻ്റെ മുഖം നാട്ടിലെ സൂപ്പർ സ്റ്റാറിൻ്റെ അതേ മുഖം, ചായ. അപ്പോൾ ഇവൻ്റെ ഒരു അവസ്ഥ, ഭഗവാനെ നീ എനിക്ക് ഈ മുഖം തന്നു, പക്ഷെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പട്ടിണി. നീ അദ്ദേഹത്തിനും ഈ മുഖം കൊടുത്തു, മനസ്സിലായോ? അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മുഖം നമ്മുടെ ഈ പറയുന്ന ബാർബർ ഷാപ്പുകളിൽ മുഴുവൻ ഒട്ടിച്ചു വെച്ചിട്ട് പിന്നെ രാവിലെ അവിടെ ചന്ദനത്തിരിയൊക്കെ കൊളുത്തിയിട്ട് കാത്തിരിക്കുന്ന ബാർബർ. അപ്പോൾ പുള്ളിയുടെ ഈ മുഖം കിട്ടിയത് കൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ പോസ്റ്ററൊക്കെ കണ്ട് അത് കണക്കുള്ള ഡ്രസ്സൊക്കെ പുള്ളി മേടിക്കുക. ഒന്നാമത് പൈസയില്ല, പട്ടിണിയാണ്. കിട്ടുന്ന പൈസയ്ക്ക് ഇതുമൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട് കൽപ്പനയാണ്, 2 പിള്ളേരും ഉണ്ട്, ഭാര്യ കൽപ്പനയാണ്, മനസ്സിലായി? ആകെ പ്രശ്നമായി. ഇയാൾക്ക് ഈ മുഖം കാരണം ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. ഇയാളൊട്ട് നടക്കുന്നതും നിൽക്കുന്നതും ജീവിതമൊക്കെ സൂപ്പർ സ്റ്റാർ ലെവലിലാണ്.